Hello friends, we welcome you all to a new video of Pocket Cashy. In this video, we are discussing the important topics related to Pharmaceutical Organic Chemistry 3 and how to answer a question in Quas University exam. Before moving to the video, we request you to subscribe the channel so that you will get timely notifications whenever we upload a new video. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സിലബസും വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ നടത്തുന്നത്. സോ ഇതെല്ലാം നോക്കി തന്നെ ഒരു മോസ്റ്റ് പ്രോബബിൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ PDF ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റീരിയോ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസത്തെ കുറിച്ചാണ്. അതാണ് നമ്മുടെ യൂണിറ്റ് 1 ആൻഡ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ക്യാരി ചെയ്യുന്ന ഒരു യൂണിറ്റാണ് യൂണിറ്റ് 1. ഓൾമോസ്റ്റ് 25 to 35% മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഈ യൂണിറ്റ് 1 തറവായി കവർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റീരിയോ ഐസോമറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്താണെന്നുള്ളതാണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു റീജിയൻ ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക, ഫോളോഡ് ബൈ എൻ എക്സാമ്പിൾ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, എനാൻഷ്യോമറിസം, ഡയാസ്റ്റീരിയോ ഐസോമറിസം ആൻഡ് മീസോ കോമ്പൗണ്ട്സ്. ഇതിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ ഒരു പോർഷനാണ് എനാൻഷ്യോമറിസം. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക. അപ്പോൾ ഡെഫിനിഷൻ എപ്പോഴും അക്യുറേറ്റ് ആൻഡ് പ്രോപ്പർ ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ഫോളോഡ് ബൈ എക്സാമ്പിൾ. എക്സാമ്പിൾ എഴുതുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ദെൻ എഴുതേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എനാൻഷ്യോമർ ആയിരിക്കുമ്പോൾ ആ കോമ്പൗണ്ട്സിൻ്റെ വേരിയസ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് എൻലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് പോർഷൻ ഓഫ് ദി ആൻസർ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ ഡിഫിനിഷൻ വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. ആ യൂണിറ്റിൽ പിന്നെയുള്ള പോർഷൻ എന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് സിമെട്രി, കൈറാൽ ആൻഡ് അക്കൈറാൽ റീജിയൻ ആണ്. എലമെന്റ്സ് ഓഫ് സിമെട്രി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എലമെന്റ്സ് ഓഫ് സിമെട്രി ചോദിക്കുമ്പോൾ 5 മാർക്സ് ആൻഡ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുക, ഒരു എക്സാമ്പിൾ എഴുതുക, പിന്നെ വേരിയസ് എലമെന്റ്സ് ഓഫ് സിമെട്രീനെ എൻലിസ്റ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് പ്ലെയിൻ ഓഫ് സിമെട്രി, സെക്കൻഡ് സെൻറ്റർ ഓഫ് സിമെട്രി ആൻഡ് ഓൾട്ടർനേറ്റിംഗ് ആക്സിസ് ഓഫ് സിമെട്രി എൻലിസ്റ്റ് ചെയ്യുക. ശേഷം ഓരോന്നും എടുത്തെഴുതി വിത്ത് ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എപ്പോഴും നമ്മൾ ആൻസർ എഴുതുമ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷന് മാർക്കുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഡ്രോ ദ സ്ട്രക്ചേഴ്സ് വെയർ എവർ നെസസറി. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് കൈറാൽ ആൻഡ് അക്കൈറാൽ കോമ്പൗണ്ട്സ് ആണ്. കൈറാലിറ്റി ചോദിച്ച് കണ്ടിട്ടുണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ കൈറാലിറ്റി അല്ലെങ്കിൽ എന്താണ് കൈറാൽ കോമ്പൗണ്ട്സ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന പോർഷൻ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ 2 രീതിയിലാണ് ഒരു കോമ്പൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ നെയിം ചെയ്യുക. കോൺഫിഗറേഷൻ വരുന്നത് റിലേറ്റീവ് കോൺഫിഗറേഷൻ ഓർ DL സിസ്റ്റം ആൻഡ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ഓർ RS സിസ്റ്റം. DL സിസ്റ്റം ആൻഡ് RS സിസ്റ്റം 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന പോർഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. DL സിസ്റ്റം എഴുതുമ്പോൾ എന്താണ് DL സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് റിലേറ്റീവ് കോൺഫിഗറേഷൻ വിത്ത് അതിൻ്റെ റൂൾസ് എൻലിസ്റ്റ് ചെയ്യാം. സെയിം ഈസ് വിത്ത് RS സിസ്റ്റം. അബ്സല്യൂട്ട് സിസ്റ്റം എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ കോൺഫിഗറേഷൻ കൊടുക്കുന്നത് എന്നുള്ളത് വ്യക്തമായി എഴുതുക, ഫോളോഡ് ബൈ സീക്വൻസ് റൂൾസ്. സീക്വൻസ് റൂള് സ്കിപ്പ് ചെയ്യാതെ എഴുതാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ടോപ്പിക് ഈസ് റെസീമിക് മോഡിഫിക്കേഷൻ ആൻഡ് റിസൊല്യൂഷൻ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻ ആണ്. അപ്പോൾ ഡിഫൈൻ ചെയ്യുക ആൻഡ് എക്സാമ്പിൾ എഴുതുക. ഇനി റിസൊല്യൂഷൻ ആണെങ്കിലും സെപ്പറേഷൻ ആണ്, അതായത് റെസിമിക് മോഡിഫിക്കേഷൻ്റെ സെപ്പറേഷനാണ് നമ്മൾ റിസൊല്യൂഷൻ എന്ന് പറയുക. ആൻഡ് റിസൊല്യൂഷൻ ചെയ്യാനുള്ള മെത്തേഡ്സ് എയ്തർ എൻലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൻഡ് നെക്സ്റ്റ് ഈസ് അസിമെട്രിക് സിന്തസിസ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയായിരിക്കും. അതായത് ഡെഫിനിഷൻ ഓഫ് അസിമെട്രിക് സിന്തസിസ്, എന്താണ് അസിമെട്രിക് സിന്തസിസ് എന്നുള്ളത് എഴുതുക. ആൻഡ് പാർഷ്യൽ ആൻഡ് അബ്സല്യൂട്ട് സിന്തസിസിനെ കുറിച്ച് വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ പോർഷൻ ഈ യൂണിറ്റ് 1 നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിലെ എല്ലാ ടോപ്പിക്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, ഈക്വൽ വെയിറ്റേജ് മാർക്സ് ഉള്ള പോർഷൻസ് ആണ്. അതുകൊണ്ട് ഒരിക്കലും യൂണിറ്റ് 1 ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക. Then moving to Unit 2. Unit 2 is discussing with geometrical isomerism.
ജിയോമെട്രിക്കൽ ഐസോമർസ് എന്താണ് എന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ദിസ് യൂണിറ്റ് കവേഴ്സ് നോമൻക്ലേച്ചർ. വേരിയസ് നോമൻക്ലേച്ചേഴ്സ് നമ്മൾ പല രീതിയിൽ നമ്മൾ നെയിം ചെയ്യുന്നുണ്ട്. ആ സിസ്റ്റംസ് അതിനെ കൊടുത്തിട്ടുണ്ട്. സിസ്ട്രാൻസ്, ഇസഡ് ആൻഡ് സിൻ ആൻറ്റി സിസ്റ്റംസ്. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എന്താണത് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓർ നോമൻക്ലേച്ചർ ആസ് എ ഹോൾ 5 മാർക്ക് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. Then next topic is method of determination of configuration of geometric isomers. Just refer either 4 to 5 methods with its respective chemical equation. ഏത് മെത്തേഡ് യൂസ് ചെയ്താലും അതിന്റെ ഇക്വേഷൻ കൂടി പഠിച്ചു വെക്കുക. അത് ചോദിച്ച് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ലെസ് വെയിറ്റേജ് ഉള്ള ഒരു പോർഷൻ ആണ് ആ ടോപ്പിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് നെക്സ്റ്റ് പോർഷൻ ഈസ് കൺഫോർമേഷണൽ ഐസോമേഴ്സ് ഇൻ ഈതെയ്ൻ, എൻ-ബ്യൂട്ടെയ്ൻ ആൻഡ് സൈക്ലോഹെക്സെയ്ൻ. ഇതിൽ എൻ-ബ്യൂട്ടെയ്ൻ പോർഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റ് ആയിട്ട് 10 മാർക്സ് ഓർ 5 മാർക്സ് ചോദിച്ചിട്ടുണ്ട്. ഇനി ചോദിക്കാനും സാധ്യതയുള്ള ഒരു പോർഷൻ ആണ് എൻ-ബ്യൂട്ടെയ്ൻ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഈതെയ്നോ സൈക്ലോഹെക്സെയ്നോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സൈക്ലോഹെക്സെയ്നും 5 മാർക്ക് ക്വസ്റ്റ്യന് ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്. ഈതെയ്ൻ പറയുമ്പം ഈതെയ്ൻ്റെ സ്റ്റാഗേർഡ് ആൻഡ് എക്ലിപ്സ് കോൺഫിഗറേഷൻ എന്തായാലും പഠിച്ചാലേ നിങ്ങൾക്ക് എൻ-ബ്യൂട്ടെയ്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആസ് എ ഹോൾ പറയുകയാണെങ്കിൽ കൺഫോർമേഷണൽ ഐസോമർസം ഇൻ ഈതെയ്ൻ ആൻഡ് എൻ-ബ്യൂട്ടെയ്ൻ അലോങ് വിത്ത് സൈക്ലോഹെക്സെയ്ൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് എൻ-ബ്യൂട്ടെയ്ൻ ചോദിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. സോ കൺഫർമേഷൻസ് ഓഫ് എൻ-ബ്യൂട്ടെയ്ൻ 5 മാർക്സിന് ചോദിച്ചാൽ ആദ്യം നമ്മൾ എന്താണ് കൺഫർമേഷൻ, എന്താണ് കൺഫർമേഷണൽ ഐസോമേഴ്സ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യും. അതിനുശേഷം ഈ എൻ-ബ്യൂട്ടെയ്ൻ്റെ പോസിബിൾ കൺഫർമേഷൻസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വിത്ത് ഫിഗർ റെപ്രസെന്റ് ചെയ്യുക. അതായത് നമുക്കറിയാം ഏതൊക്കെയാണ്. എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്. സ്റ്റാഗേർഡിൽ തന്നെ ആന്റി ആൻഡ് ഗോഷെ കൺഫർമേഷൻസ് ഉണ്ട്. വിത്ത് സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യുക എല്ലാ കൺഫർമേഷൻസ്, ഫോളോഡ് ബൈ അവരുടെ സ്റ്റെബിലിറ്റി. എന്തിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ, എന്തുകൊണ്ടാണ് സ്റ്റെബിലിറ്റി കൂടുതൽ എന്ന് എഴുതി അവസാനിപ്പിക്കുക. ഇതാണ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എൻ-ബ്യൂട്ടെയ്ൻ്റെ കൺഫർമേഷൻസ് ചോദിച്ചാൽ എഴുതേണ്ട രീതി. അതേസമയം ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് 10 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? ഫസ്റ്റ് അതിന് എന്താണെന്നുള്ളത് എഴുതി, ഫോളോഡ് ബൈ അതിന്റെ ഡിഫറെന്റ് കൺഫർമേഷൻസ് എൻലിസ്റ്റ് ചെയ്യുക, സ്ട്രക്ചർ വരയ്ക്കുക, സ്റ്റെബിലിറ്റി റെപ്രസെന്റേഷൻസ് ഒക്കെ ചെയ്യുക. ഇതിൽ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അതിന്റെ എനർജി ഡയഗ്രാം ആണ്. അതിന്റെ എനർജി ഡയഗ്രാം വരച്ചുകൊണ്ട് അതിന്റെ വേരിയസ് കൺഫർമേഷൻസും അതിന്റെ സ്റ്റെബിലിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയാണ് കൺഫർമേഷണൽ ഐസോമർസം ഇൻ എൻ-ബ്യൂട്ടെയ്ൻ ചോദിച്ചാൽ എഴുതേണ്ടത്. ഈ ടോപ്പിക്കിൽ നിന്ന് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന്റെ റെപ്രസെന്റേഷൻസ് ആണ്. നമുക്കറിയാം സീഹോഴ്സ് ആൻഡ് ന്യൂമാൻ പ്രൊജക്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണത് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പഠിച്ചു വെക്കുക. അതേപോലെ വിത്ത് എക്സാമ്പിൾ എക്സ്പ്രസ് ചെയ്യുക. ന്യൂമാൻ പ്രൊജക്ഷൻസ് ഒക്കെ ചോദിച്ചാലും 2 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ. അപ്പോൾ അതിന്റെ രീതിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുക. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റീരിയോ ഐസോമറിസം ഇൻ ബൈഫീനൈൽ കോമ്പൗണ്ട്സ്. ബൈഫീനൈൽ കോമ്പൗണ്ട്സിലുള്ള സ്റ്റീരിയോ ഐസോമറിസത്തിന് പറയുന്ന പേരാണ് എട്രോപ്പ് ഐസോമർ. എയ്തർ എട്രോപ്പ് ഐസോമറിസത്തെ കുറിച്ച് എഴുതാൻ ചോദിക്കാം, അതല്ലെങ്കിൽ ബൈഫീനൈൽ കോമ്പൗണ്ട്സിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എഴുതാൻ ചോദിക്കാം. രണ്ട് രീതിയിലും സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യപ്പെടാം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എഴുതേണ്ട രീതി എന്ന് പറഞ്ഞാൽ എട്രോപ്പ് ഐസോമറിസം എന്ന് ചോദിച്ചാൽ എന്താണ് എട്രോപ്പ് ഐസോമറിസം എന്ന് എഴുതുക. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഡ്യൂ ടു റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആണ് എട്രോപ്പ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഡിഫൈൻ ചെയ്യുക, ഫോളോഡ് ബൈ എക്സാമ്പിൾസ് കൊടുക്കുക, എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ബൈഫീനെയിൽസ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ബൈഫീനെയിൽസ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് എട്രോപ്പ് ഐസോമേഴ്സും വഴിയാണെന്നോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ വഴിയാണ് അവർക്ക് സ്റ്റീരിയോ കെമിസ്ട്രി എക്സിബിറ്റ് ചെയ്യുന്നതെന്നോ ആദ്യമേ എഴുതാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ എട്രോപ്പ് ഐസോമേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യാം, എക്സാമ്പിൾസ് എഴുതാം. Then next topic is stereo specific or stereo selective synthesis. ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, ബട്ട് ഡിഫൈൻ സ്റ്റീരിയോ സ്പെസിഫിക് സിന്തസിസ് ഓർ സ്റ്റീരിയോ സെലക്റ്റീവ് സിന്തസിസ് എന്ന് ചോദിക്കാം. അതുകൊണ്ട് ഡെഫിനിഷൻ ഷുവർ ആയിട്ടും പഠിച്ചു വെക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ സാധ്യത. ഇതിന്റെ കൂടെ തന്നെ വിട്ടുകളയാൻ പാടില്ലാത്ത 2 ടോപ്പിക്സ് ആണ്. എന്താണ് കൺഫർമേഷണൽ ഐസോമേഴ്സ്, എന്താണ് കോൺഫിഗറേഷണൽ ഐസോമർ. അത് ഈ ടോപ്പിക്കിന്റെ ബേസ് ആണ്. അതുകൊണ്ട് ഡെഫിനിഷൻ ഷുവർ ആയിട്ടും പഠിച്ചു വെക്കുക. ആൻഡ് വിത്ത് ദർ ടൈപ്സ്. കൺഫർമേഷണൽ ഐസോമേഴ്സ് ചോദിക്കാൻ ചാൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അതേപോലെ തന്നെയാണ് കോൺഫിഗറേഷണൽ ഐസോമേഴ്സും വിത്ത് ദർ ടൈപ്സ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് യൂണിറ്റ് ഈസ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്. അതായത് ഹെട്രോസൈക്ലിക് കെമിസ്ട്രി ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്.
എന്താണ് ഹെറ്ററോസൈക്ലിക് കെമിസ്ട്രി എന്ന് പഠിച്ചു വെക്കുക. അരോമാറ്റിക് കോമ്പൗണ്ട്സിനെ ഹെറ്ററോ ആറ്റംസ് വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് ഹെറ്ററോസൈക്ലിക് കെമിസ്ട്രി. അതിൽ നമുക്ക് നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഫസ്റ്റ് ടോപ്പിക് വരുന്നത്. ആൻഡ് ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടില്ല, ബട്ട് സ്കിപ്പ് ചെയ്യരുത്. ബിക്കോസ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എളുപ്പമുണ്ടാവും. അതായത് പിരിഡിൻ സ്ട്രക്ചർ കൊടുക്കാൻ പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് ക്ലാസിഫിക്കേഷൻ എസ്പെഷ്യലി കോൺസെൻട്രേറ്റ് ഓൺ ഫ്യൂസ്ഡ് റിങ്സ്. ഫ്യൂസ്ഡ് റിങ്സ് ആണ് കെമിക്കൽ സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ആൻഡ് ദ നെക്സ്റ്റ് പോർഷൻ ഈസ് സിന്തസിസ്, റിയാക്ഷൻ ആൻഡ് മെഡിസിനൽ യൂസസ് ഓഫ് പൈറോൾ, ഫ്യൂറാൻ ആൻഡ് തൈഫീൻ. ഇതില് പൈറോൾ ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ അലോങ് വിത്ത് ഇറ്റ്സ് ബേസിസിറ്റി. അപ്പൊ പൈറോള് നന്നായിട്ട് പഠിക്കുക. അതിന്റെ സിന്തസിസ് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് 2 മാർക്ക് ക്വസ്റ്റ്യന് പൈറോളിന്റെ സിന്തസിസ് ചോദിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യാം? ഏതൊരു കോമ്പൗണ്ടിന്റെ സിന്തസിസ് പഠിക്കുമ്പോഴും മിനിമം 2 മെത്തേഡ്സ് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഈസിയസ്റ്റ് ആയിട്ട് തോന്നുന്ന 2 മെത്തേഡ്സ്. നെയിംഡ് റിയാക്ഷൻസ് ആണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. അപ്പൊ സിന്തസിസ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് എന്താണ് ആ റിയാക്ഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. എന്താണ് അതിന്റെ റിയാക്ടൻസ്, എന്താണ് അതിന്റെ റിയാക്ഷൻ കണ്ടീഷൻ, along with any catalyst used, temperature should be noted, and the product and the byproduct. ഇത്രയും കാര്യങ്ങൾ ഒരു സിംഗിൾ സെന്റൻസ് ആക്കി എഴുതുക. ഫോളോഡ് ബൈ റിയാക്ഷൻ റെപ്രസെന്റേഷൻ. റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, ആരോയുടെ മുകളിലായിട്ട് നമ്മുടെ റിയാക്ഷൻ കണ്ടീഷൻ ആൻഡ് കാറ്റലിസ്റ്റ് യൂസ്ഡ് എഴുതാൻ മറക്കരുത്. റിയാക്ടൻസിന്റെ പേരും പ്രൊഡക്റ്റിന്റെ പേരും റിയാക്ഷന്റെ താഴെ തന്നെ എഴുതി വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് റിലേറ്റീവ് അരോമാറ്റിസിറ്റി ആണ്. പൈറോൾ, ഫ്യൂറാൻ ആൻഡ് തൈഫീന്റെ റിലേറ്റീവ് അരോമാറ്റിസിറ്റി ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് റിലേറ്റീവ് അരോമാറ്റിസിറ്റി റെപ്രസെന്റ് ചെയ്യുക? ഫസ്റ്റ് ഇതിൽ ഏതാണ് കൂടുതൽ അരോമാറ്റിക് എന്ന് എഴുതുക. നമുക്കറിയാം തൈഫീൻ ആണ് ഹൈലി അരോമാറ്റിക് ആൻഡ് ലീസ്റ്റ് റിയാക്റ്റീവ്. അതായത് അരോമാറ്റിസിറ്റിയും റിയാക്ടിവിറ്റിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. റിലേറ്റീവ് അരോമാറ്റിസിറ്റി കൂടുതലുള്ള കോമ്പൗണ്ട്സിന് റിയാക്ടിവിറ്റി കുറവായിരിക്കും. ആദ്യം ഏതിനാണ് ഹയസ്റ്റ് അരോമാറ്റിസിറ്റി അല്ലെങ്കിൽ അരോമാറ്റിസിറ്റിയുടെ ഓർഡർ എഴുതുക, ഫോളോഡ് ബൈ അതിന്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ. അതിനുശേഷം എന്തുകൊണ്ടാണ് തൈഫീൻ ഹൈലി അരോമാറ്റിക് ആവുന്നത് എന്നാണ് എഴുതേണ്ടത്. വിത്ത് ദ സപ്പോർട്ട് ഓഫ് വേരിയസ് റിയാക്ഷൻസ് സച്ച് ആസ് ഡീൽസോൾഡർ റിയാക്ഷൻ, റിഡക്ഷൻ, അസിഡിറ്റി ആൻഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഈ റിയാക്ഷൻസ് വെച്ച് എങ്ങനെ തൈഫീൻ ഹൈലി അരോമാറ്റിക് ആണെന്ന് സ്ഥാപിച്ചെടുക്കാം എന്നുള്ളതാണ് പിന്നീട് എഴുതേണ്ടത്. മാക്സിമം റിയാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ ദ നെക്സ്റ്റ് പോർഷൻ ഈസ് ബേസിസിറ്റി ഓഫ് പൈറോൾ. എങ്ങനെയാണ് പൈറോളിന്റെ ബേസിസിറ്റി റെപ്രസെന്റ് ചെയ്യുക? പൈറോളിന്റെ ബേസിസിറ്റി എപ്പോഴും ചോദിക്കുക 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അരോമാറ്റിസിറ്റി ചോദിക്കുകയും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ്. ഇപ്പൊ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ബേസിസിറ്റി ഓഫ് പൈറോളിനെ ആൻസർ ചെയ്യേണ്ട രീതി, ഫസ്റ്റ് പോയിന്റ് എപ്പോഴും പൈറോൾ ഇസ് എ വീക്ക് ബേസ് എന്നായിരിക്കണം. അതിനുശേഷം എങ്ങനെ അതിന്റെ ബേസിക് നേച്ചർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. പൈറോളിന് ഏതെങ്കിലും ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള റിയാക്ഷൻ ആദ്യം സെന്റൻസ് ആയിട്ട് എഴുതുക, ശേഷം റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുക. ദെൻ വൈ ഇറ്റ് ഈസ് ബേസിക്, അതിന്റെ ബേസിസിറ്റി അല്ലെങ്കിൽ അതൊരു വീക്ക്ലി ബേസ് ആയിരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് എഴുതുക. ഡീലോക്കലൈസേഷൻ പറയുമ്പോൾ റെപ്രസെന്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക വിത്ത് സ്ട്രക്ചർ. എങ്ങനെ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യുന്നു എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുക. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ബേസിസിറ്റി ഓഫ് പൈറോള് നമുക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉള്ള രീതിക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് യൂണിറ്റ് 3യിലുള്ളത്. ആൻഡ് ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 10 to 15% ആണ്. ഒരു ലീസ്റ്റ് വെയിറ്റേജ് ഉള്ള ഒരു യൂണിറ്റ് ആണ്. പക്ഷെ ഈ പൈറോൾ റീജിയൻ നന്നായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ബേസിസിറ്റി ഓഫ് പൈറോൾ ആൻഡ് പൈറോളിന്റെ സിന്തസിസ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കപ്പെടാറുണ്ട്. ആൻഡ് ഓൾസോ റിലേറ്റീവ് അരോമാറ്റിസിറ്റി 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് 4, അത് യൂണിറ്റ് 3യുടെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നതാണ്. പൈറോളിൽ പറഞ്ഞ പോലെ തന്നെ സിന്തസിസ്, റിയാക്ഷൻ ആൻഡ് മെഡിസിനൽ യൂസസ് ഓഫ് വേരിയസ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ വെയിറ്റേജ് കൂടുതലുള്ള പോർഷൻ ഫ്യൂസ്ഡ് റിംഗ് സിസ്റ്റം ആണ്. ക്വിനോളിൻ, ഐസോക്വിനോളിൻ ആൻഡ് ഇൻഡോൾ അലോങ് വിത്ത് പിരിഡിൻ ഇസ് റിപ്പീറ്റഡ്ലി ആസ്ഡ്. അതുകൊണ്ട് ഫുൾ പോർഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായാലും ഫ്യൂസ്ഡ് റിംഗ്സിനെ സ്കിപ്പ് ചെയ്യാതെ പഠനത്തിൽ ഉൾപ്പെടുത്തുക. ഇവരുടെ സിന്തസിസ്, മെഡിസിനൽ യൂസസ് ഒക്കെ ചോദിക്കപ്പെടാറുണ്ട്.
സിന്തസിസ് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 സിന്തസിസ് എങ്കിലും മിനിമം പഠിച്ചു വയ്ക്കും. കൂടുതൽ പ്രിഫറബിൾ എപ്പോഴും നെയിംഡ് സിന്തസിസുകളാണ്. ചില കേസിൽ നെയിംഡ് സിന്തസിസ് എടുത്ത് ചോദിക്കാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഇൻഡോളിന്റെ കേസിലാണെങ്കിൽ ഫിഷർ ഇൻഡോൾ സിന്തസിസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. അതുകൊണ്ട് തന്നെ നെയിംഡ് സിന്തസിസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുക. സിന്തസിസ് എപ്പോഴും ഫസ്റ്റ് ആ റിയാക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് റിയാക്ടന്റ്, റിയാക്ഷൻ കണ്ടീഷൻ ആൻഡ് പ്രൊഡക്റ്റ്. അതിനുശേഷം റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുക. അടുത്ത ഒരു ടോപ്പിക് വരുന്നത് ബേസിസിറ്റി ഓഫ് പിരിഡിനാണ്. പിരിഡിന്റെ ബേസിസിറ്റി ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, പൈറോളിന്റെ ബേസിസിറ്റി പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ആൻസർ ചെയ്യുമ്പം ആൻസറിംഗ് പാറ്റേണിലും കുറച്ചൊക്കെ സിമിലാരിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു പൈറോളിന്റെ ബേസിസിറ്റി റെപ്രസെന്റ് ചെയ്യും പൈറോൾ ഇസ് എ വീക്ക് ബേസ് എന്ന് എഴുതണം. സിമിലർലി പിരിഡിന്റെ കേസിൽ നമ്മൾ പിരിഡിൻ ഇസ് എ സ്ട്രോങ് ബേസ് എന്ന് ഫസ്റ്റ് എഴുതുക, ഫോളോഡ് ബൈ ഏതെങ്കിലും ഒരു ആസിഡുമായിട്ടുള്ള അതിന്റെ റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുക. ദെൻ എന്തുകൊണ്ട് പിരിഡിൻ ബേസിക് ആയി എന്നുള്ളത് ഡീലോക്കലൈസേഷൻ വെച്ച് തന്നെ റെപ്രസെന്റ് ചെയ്യുക. എഴുതുമ്പോൾ ഡീലോക്കലൈസേഷൻ എഴുതിയതിന്റെ താഴെ തന്നെ അതിന്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഓർ ഡീലോക്കലൈസേഷൻ റെപ്രസെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ബേസിസിറ്റി ഓഫ് പിരിഡിൻ കമ്പയർഡ് വിത്ത് പൈറോൾ ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്തു പൈറോൾ ഇസ് എ വീക്ക് ബേസ്. എന്തുകൊണ്ടാണ് പൈറോളിന്റെ ബേസിസിറ്റി പിരിഡിനേക്കാൾ കുറഞ്ഞിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ഇതുപോലത്തെ റീസണിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് തന്നെ ആൻസർ ചെയ്യുമ്പോൾ ടു ദ പോയിന്റ് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. മറ്റു കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണ്ട, നേരെ അതിന്റെ റീസണിലേക്ക്, അതായത് ഡീലോക്കലൈസേഷൻ മൂലമാണെന്നുള്ളത് എഴുതുക, ഫോളോഡ് ബൈ അതിന്റെ 2 കോമ്പൗണ്ട്സിന്റെയും ഡീലോക്കലൈസേഷൻ റെപ്രസെന്റ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിന്തസിസ് ആൻഡ് മെഡിസിനൽ യൂസസ് ഓഫ് പിരിമിഡിൻ, പ്യൂരിൻ ആൻഡ് അസെപ്പിൻ ഡെറിവേറ്റീവ്സ് ആണ്. സിന്തസിസിനേക്കാൾ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതിന്റെ മെഡിസിനൽ യൂസസ് ആണ്. അപ്പൊ യൂസസ് എഴുതുമ്പോൾ എപ്പോഴും ഡ്രഗ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ പിരിമിഡിന്റെ യൂസ് ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ആന്റി തൈറോയ്ഡ് ഡ്രഗ്. എക്സാമ്പിൾ തയോയുറാസിൽ. ഇത്രയും എഴുതിയതിനു ശേഷം തയോയുറാസിലിന്റെ സ്ട്രക്ചർ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മെഡിസിനൽ യൂസസിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഇത്രയാണ് യൂണിറ്റ് 4-ലുള്ളത്. ഈ ഒരു യൂണിറ്റിന്റെ വെയിറ്റേജ് 15 to 20% ആണ്. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് യൂണിറ്റ് 5 ആണ്. യൂണിറ്റ് 5ന്റെ ഒരു വെയിറ്റേജ് 20 to 25% ആണ്. ഹയസ്റ്റ് വെയിറ്റേജ് സ്കോറിംഗ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് യൂണിറ്റ് 5. ഇതിലുള്ളത് റിയാക്ഷൻസ് ഓഫ് സിന്തറ്റിക് ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ കൂടുതലും നെയിംഡ് റിയാക്ഷൻസ് ആണ്. അതേപോലെ തന്നെ എല്ലാ റിയാക്ഷൻസിനും ഈക്വൽ വെയിറ്റേജ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പോലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ റിയാക്ഷൻസും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി ഈ യൂണിറ്റിൽ പല രീതിക്കാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു റിയാക്ഷന്റെ പേര് തന്നെ ചോദിക്കാം. അതല്ല എങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു റിയാക്ഷന്റെ സിന്തറ്റിക് ഇമ്പോർട്ടൻസ് ചോദിക്കാം. അല്ലെങ്കിൽ മെക്കാനിസം എടുത്ത് ചോദിച്ചുകൊണ്ട് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അല്ലെങ്കിൽ ജസ്റ്റ് റിയാക്ഷന്റെ പേര് മാത്രം തന്നുകൊണ്ട് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. ഇതിന്റെ എല്ലാം ആൻസറിംഗ് പാറ്റേൺ ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ വിത്ത് എ നെയിം, അതായത് റൈറ്റ് എ നോട്ട് ഓൺ ക്ലെമൻസൺ റിഡക്ഷൻ. സപ്പോസ് അങ്ങനെ ആവാം നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ അതിനെ 5 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ക്ലെമൻസൺ റിഡക്ഷൻ എന്താണ് എന്നുള്ളത് എഴുതി വെക്കും. അതിന്റെ റിയാക്ടൻസ്, അതിന്റെ പ്രൊഡക്റ്റ് വിത്ത് റിയാക്ഷൻ കണ്ടീഷൻ. അതിനുശേഷം അതിന്റെ റിയാക്ഷൻ എഴുതുക, ഫോളോഡ് ബൈ ഒരു ഷോർട്ട് മെക്കാനിസം. ഷോർട്ട് മെക്കാനിസത്തിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുക ആൻഡ് എനി 4 സിന്തറ്റിക് ആപ്ലിക്കേഷൻസ് കൂടി എഴുതിയാൽ 5 മാർക്ക് ക്വസ്റ്റ്യന്റെ ആൻസറിങ് കംപ്ലീറ്റ് ആയി. ശേഷം വരുന്ന ടൈപ്പ് എന്നാൽ സിന്തറ്റിക് ഇമ്പോർട്ടൻസ് ഓഫ് ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ ചോദിക്കുന്നതാവാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്താൽ മാത്രം മതിയാവും. ഒരു 4 സിന്തറ്റിക് ഇമ്പോർട്ടൻസ് എങ്കിലും പറയുക വിത്ത് ദെയർ റെസ്പെക്റ്റീവ് റിയാക്ഷൻ. പോയിന്റ് ഔട്ട് ചെയ്ത് റെസ്പെക്റ്റീവ് റിയാക്ഷൻസ് എഴുതി കഴിഞ്ഞാൽ ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസറിങ് കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ടൈപ്പ് മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനിലും സപ്പോസ് ക്ലേഷൻ സ്മിത്ത് റിയാക്ഷൻ ആണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എന്താണ് ആ റിയാക്ഷൻ എന്നുള്ളത് മുകളിൽ എഴുതുക, ഫോളോഡ് ബൈ മെക്കാനിസം. അപ്പം മെക്കാനിസം ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ മെക്കാനിസം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡാഗിൻ റിയാക്ഷൻ എന്താണ് ചോദിക്കുകയാണെങ്കിൽ റിയാക്ഷൻ എന്താണ് എന്നുള്ളത് ആദ്യം സെന്റൻസിൽ എഴുതുക, റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യുക ആൻഡ് ഒരു 2 സിന്തറ്റിക് യൂസ് കൂടി എഴുതിയാൽ നല്ലതായിരിക്കും. ഇങ്ങനെ വേണം യൂണിറ്റ് 5നെ ആൻസർ ചെയ്യാൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.